الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും ആദരണീയരായിട്ടുള്ള അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളെ അല്ലാഹുവിൻ്റെ നിയമങ്ങൾ കൽപ്പനകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല രണ്ട് ലോകത്തും വിജയം വരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 36-ാമത്തെ വചനം, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ്സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും എന്നിങ്ങനെയാണ്. അതായത് മാസങ്ങളുടെ എണ്ണം അല്ലാഹു തആല ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അത് 12 എണ്ണമാകുന്നു. 12 ശഹ്റ 12 മാസമാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. ആ മാസങ്ങൾ പവിത്രമാണെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ മാസങ്ങൾ? സഹീഹുൽ ബുഖാരിയിൽ 4662-ാമത്തെ വചനത്തിൽ കാണാം. 4 മാസങ്ങളെന്ന് പറയുന്നത് സലാസുൻ മുതവാലിയാത്തുൻ, 3 തുടർച്ചയായ മാസങ്ങളാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറമു. ഈ 3 മാസങ്ങൾ. 4-ാമത്തെ മാസം എന്ന് പറയുന്നത് റജബ് എന്ന് പറയുന്ന മാസമാണ്. ഇങ്ങനെ 4 മാസങ്ങൾ പ്രത്യേകം പവിത്രമാണ് എന്നുള്ളതാണ്. ആ പവിത്രതയുള്ളതാണ് എന്ന് പറഞ്ഞാൽ
അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാസങ്ങളിൽ യുദ്ധമാകാം എന്നുള്ളതല്ല. ഒരു സന്ദർഭത്തിലും ആരോടും ആക്രമണത്തിനോ അല്ലെങ്കിൽ ദേഹോപദ്രവത്തിനോ പോകാനായിട്ട് പാടുള്ളതല്ല. പക്ഷേ ഈ 4 മാസങ്ങളിൽ പ്രത്യേകിച്ച് മറ്റൊരാൾക്കെതിരെ പോരാടുവാൻ, ആയുധമെടുക്കുവാൻ ഒരിക്കലും പാടുള്ളതല്ല. അത് പവിത്രമായിട്ടുള്ള മാസമാണ്, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പവിത്രമായ 4 മാസങ്ങളിലൊരു മാസമാണ് ഇതാ നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്ന മുഹറം. നമ്മൾ നിലകൊള്ളുന്ന ദുൽഹിജ്ജയും ആ പവിത്രമായിട്ടുള്ള മാസങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ അറിയുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാസം എന്നുള്ളതാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നുള്ളതാണ്. നമുക്കറിയാം, വിശുദ്ധ റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആരോഗ്യമുള്ള ബുദ്ധിയുള്ള സത്യവിശ്വാസികളും ആണാവട്ടെ പെണ്ണാവട്ടെ നോമ്പ് നോക്കൽ നിർബന്ധമായിട്ടുള്ള മാസമാണ് റമളാൻ. പക്ഷേ ആ റമളാനിന് ശേഷം നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മാസം അത് മുഹറമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് മഹാനായിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, പരിശുദ്ധ റമളാനിന് ശേഷം നോമ്പിന് ഏറ്റവും പുണ്യമാക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള മുഹറം എന്ന് പറയുന്ന മാസത്തിലാണ്. വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. നിർബന്ധമാക്കപ്പെട്ട നമസ്കാരമുണ്ടല്ലോ, 5 നേരത്തെ നമസ്കാരങ്ങൾ. ആ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട പ്രതിഫലങ്ങളിൽ ഏറ്റവും ഉന്നതമായ പ്രതിഫലം കിട്ടുന്ന ഐച്ഛികമായിട്ടുള്ള സുന്നത്തായ നമസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് സ്വലാത്തുൽ ലൈൽ, രാത്രിയിൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശുദ്ധി ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയാണ്. ആ നമസ്കാരമാണ് ഏറ്റവും പവിത്രമായത്, ഏറ്റവും പുണ്യകരമാക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മുഹറം എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹം നന്ദിയോടുകൂടെ ഓർക്കേണ്ടുന്ന അവർക്ക് സന്തോഷം ലഭിക്കേണ്ടുന്ന ഒരു മാസമാണ്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നു. നമുക്കറിയാം, മക്കയിലായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ ജന്മം കൊണ്ടത്. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിത്വം നുബൂവത്ത് കിട്ടി അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ട് അള്ളാഹുവിൻ്റെ റസൂലായി മാറിയത് പരിശുദ്ധ മക്കയിലായിരുന്നു. പക്ഷേ മക്കയിൽ വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടപ്പോൾ മദീനയിലേക്ക് ഹിജറ വന്നല്ലോ. ആ മദീനയിൽ വന്നപ്പോൾ ലമ്മ ഖദിമൽ മദീനത, മദീനയിൽ അല്ലാഹുവിൻ്റെ റസൂൽ വന്നപ്പോൾ വജദഹും യസൂമൂന യൗമൻ, അവരതാ ആ ദിവസം നോമ്പ് നോക്കുന്നതായി കാണുന്നു. യഅനി ആശൂറ, ഏത് ദിവസം? മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം മദീന വാസികൾ നോമ്പനുഷ്ഠിക്കുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീം, ഇത് വമ്പിച്ച ഒരു ദിവസമാകുന്നു. വഹുവ യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസാ വഅഗ്റക ആല ഫിർഔൻ. ഈ മുഹറം 10ന്റെ പ്രത്യേകത എന്താ? മൂസാ അലൈഹിസ്സലാമയെ അല്ലാഹു തആല രക്ഷിച്ചു. മൂസാ നബിയെ മാത്രമല്ല, അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ സത്യവിശ്വാസികളെയും രക്ഷിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ശത്രു, ജനങ്ങളുടെ ശത്രു ഫിർഔൻ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും അല്ലാഹു തആല വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ദിവസം.
അങ്ങനെ ഫസ്വാമ മൂസ ശുക്രൻ ലില്ലാ, മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് നന്ദി എന്നോണം ശുക്ർ ചെയ്തുകൊണ്ട് നോമ്പനുഷ്ഠിച്ചു. ഇതാണ് സംഭവം. അപ്പോൾ മുസ്ലിങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് സമാധാനമുണ്ടായ, സന്തോഷമുണ്ടായ, നന്ദിയോടുകൂടെ ഇബാദത്ത് ചെയ്യേണ്ടുന്ന ഒരു ദിവസമാണെന്ത്? മുഹറം 10 ആഷൂറ എന്ന് പറയുന്നത്. ഫഖാൽ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന ഔലാ ബി മൂസാ മിൻഹും, മദീനയിലുള്ള ജൂതന്മാരെക്കാൾ മൂസ അലൈഹിസ്സലാമയോട് ഏറ്റവും അവകാശമുള്ളവൻ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ, ഏറ്റവും അർഹതപ്പെട്ടവൻ ഞാനാകുന്നു. അങ്ങനെ ഫസ്വാമഹു, മൂസ അലൈഹിസ്സലാം അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നോമ്പനുഷ്ഠിച്ചു. വഅമറ ബിസിയാമിഹി, അന്ന് നോമ്പന് അനുഷ്ഠിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഈ ഒരു സംഭവം പഠിപ്പിക്കുന്നത് എന്താ? മൂസ അലൈഹിസ്സലാമയെയും സത്യവിശ്വാസികളെയും രക്ഷിച്ച ദിവസം. പക്ഷേ ഇന്ന് ലോകത്ത് മുഹറം 10 എന്നത് അറിയപ്പെടുന്നത് എന്താ? അത് ദുഃഖാചരണത്തിൻ്റെ ദിവസമാണ്. എന്താ കാരണം? ഹിജറ 61 പ്രവാചകന്റെ പൗത്രനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു, വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ വധം കാരണം ദുഃഖം ആചരിക്കുകയാണ്. അങ്ങനെ ദുഃഖത്തിൻ്റെ ദിവസമായിക്കൊണ്ട് ഈ മുഹറം 10 ലോകം മനസ്സിലാക്കുകയും മാധ്യമങ്ങൾ പോലും, പല ചരിത്രകാരന്മാർ പോലും ഒരു ദുഃഖത്തിൻ്റെ കർബല എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ. കർബല എന്ന് പറയുന്നത് ബാഗ്ദാദിൽ നിന്നും 100 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇറാഖിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആ വധം എന്ന് പറയുന്നത് അന്നുണ്ടായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പരിണിതിയാണ്. മഹാനായ പ്രവാചകന്റെ പൗത്രനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടേണ്ടുന്ന ആളല്ല. പക്ഷേ അധികാരത്തിൻ്റെയും രാഷ്ട്രീയത്തോടുള്ള അമിതമായിട്ടുള്ള താല്പര്യത്തിൻ്റെയും ഒക്കെ ബലമായിക്കൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ആ ഒരു മരണത്തിൻ്റെ പേരിൽ ഇന്നും ആളുകൾ ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ദുഃഖമെന്ന് പറയുന്നത്? മുഹറം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം വിലാപത്തിൻ്റെ ദിവസങ്ങളായി കാണുന്നു എന്ന് മാത്രമല്ല, അർബഈനാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആചാരമുണ്ട്. മുഹറം 10 മുതൽ സഫർ 20 വരെ 40 ദിവസങ്ങൾ ദുഃഖം ആചരിച്ചു കൊണ്ടിരിക്കുകയാണവർ. അന്ന് അവർ ഘോഷയാത്രകൾ നടത്തുന്നു. ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം ഘോഷയാത്രകൾ നടത്തുന്നു. മതപരമായ സമ്മേളനങ്ങളും പ്രകടനങ്ങളും നടത്തുന്നു. നെഞ്ചിൽ തല്ലി, മാറത്തടിച്ചുകൊണ്ട്, കറുത്ത കൊടികളേന്തിക്കൊണ്ട്, കറുത്ത വസ്ത്രങ്ങളണിഞ്ഞുകൊണ്ട്, പ്രായ ലിംഗ വ്യത്യാസമന്യേ ആണാവട്ടെ പെണ്ണാവട്ടെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച്, അവരെ കറുത്ത പതാകകളേന്തിക്കൊണ്ട്, കറുത്ത ബാനർ വെച്ചുകൊണ്ട് അവരെ വിലാപങ്ങൾ നടത്തുകയാണ്. ദുഃഖം കൊണ്ട് മാറത്തടിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവര് ഇങ്ങനെ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. അവിടെ മഹാനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഖബർ കുടികൊള്ളുന്ന കർബല എന്ന് പറയുന്ന പ്രദേശത്ത്, അത് മഹാനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തം കൊണ്ട് ചുവന്ന മണ്ണാണ് എന്നും, അവിടെ പോയിട്ട് അദ്ദേഹം വധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവൻ കൊണ്ട്, ഞങ്ങളുടെ രക്തം കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകികൾക്ക്, ഘാതകന്മാരോട് പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു രോഷം, അതാണ് അവർ പറയുന്നത്. പ്രിയമുള്ളവര്, യാ ഹുസൈൻ യാ ഹുസൈൻ ലബ്ബൈക യാ ഹുസൈൻ എന്നിങ്ങനെ ഹുസൈനെ എന്ന് വിളിച്ചുകൊണ്ട്, അലമുറയിട്ടുകൊണ്ട്, കരഞ്ഞുകൊണ്ട് ആണ് അവർ ആ ദിവസങ്ങളൊക്കെ തന്നെയും ആചരിക്കുന്നത് എന്ന് മാത്രമല്ല,
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ കെട്ടി ഉയർത്തപ്പെട്ട ഖബറില് അതിന് വലയം വെക്കുന്നു, തവാഫ് ചെയ്യുന്നു. അവിടെ സങ്കടങ്ങൾ കൊണ്ട് കരഞ്ഞ് അവരുടെ ആവലാദികളും വേവലാദികളും ഒക്കെ പറയുന്നു. അങ്ങനെ ഒരുപാട് ദുഃഖപ്രകടനങ്ങൾ നടത്തി ആത്മനിർവൃതി കൊള്ളുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആടുകയും പാടുകയും നൃത്തം ചെയ്യുകയും അതുപോലെ തന്നെ വാളുകൾ കൊണ്ടും ചെങ്ങലകൾ കൊണ്ടും മർദ്ദിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള അമിതമായിട്ടുള്ള അതിരുകവിഞ്ഞിട്ടുള്ള ഒരു സ്നേഹപ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. ലോകത്ത് ഷിയ മുസ്ലിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഭൂമിയായിട്ട് കരുതുന്നത് കർബല എന്ന് പറയുന്ന ആ ശവകുടീരം, സമാധിസ്ഥലം, അതല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കുടികൊള്ളുന്ന പ്രദേശമാണ് എന്ന് കരുതുന്നു. അവിടെ ഈ കാലയളവിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഷിയാക്കളുടെ കൂട്ടത്തിൽ ചില ആളുകൾ വിശ്വസിക്കുന്നത് കഅബാലയം, ലോക മുസ്ലിമീങ്ങളുടെ കിബിലയായിട്ടുള്ള കഅബ, അതാണ് ഏറ്റവും വലിയ പുണ്യകേന്ദ്രം. അത് കഴിഞ്ഞിട്ടേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെയാണ് കരുതുന്നത്, കർബലയാണ് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഭൂമി എന്നുള്ളതാണ്. അറഫാ ദിവസം ആ ഖബറെങ്ങാനും സന്ദർശിച്ചാൽ 1000 ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്നൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ അവർ സദാ പറയാറുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഈ ഷിയാ വിഭാഗമുണ്ടല്ലോ, അവർ ഈ ദുഃഖം ആചരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ കഴിച്ചു കൂട്ടുക മാത്രമല്ല, സ്വഹാബത്തിന് റാഫിലിയാക്കൾ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും കഠിനമനസ്കരായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ, സ്വഹാബത്തിലെ ഉന്നതന്മാരായ ആളുകളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഖുലഫാഉർ റാഷിദീങ്ങൾ, സച്ചരിതരായിട്ടുള്ള ഖലീഫമാർ, അവരൊക്കെ ആക്ഷേപിക്കുകയും അതുപോലെ തന്നെ അവരൊക്കെ നീചന്മാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. കറുത്ത ഒരു പോത്തിനെ അറുത്ത് ആ പോത്തിനെ മൃഗീയമായി പീഡിപ്പിച്ച് അല്ലെങ്കിൽ കൊടും ക്രൂരമായി പീഡിപ്പിച്ച് ഇത് അബൂബക്കറാണ് എന്ന് വരുത്തി അതിൻ്റെ പുറത്തെഴുതി ആ രൂപത്തിലൊക്കെ അവർ രോഷം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ആ ഷിയാക്കൾ എന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസധാരയിൽ നിന്ന് വ്യതിചലിച്ചിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അലി ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ആലോചിക്കണം. അലി പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നവർ, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. എത്രമാത്രം വലിയ തെറ്റാണ്, എത്രമാത്രം വലിയ വ്യതിയാനമാണ്, ഇസ്ലാമിൽ നിന്നുള്ള പുറത്തു പോകലാണ് അതിലൂടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അവരുടെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് പിൻപറ്റിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുഹറം മാസം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആദ്യ 10 ദിവസങ്ങൾ അവര് വിവാഹം നടത്തുകയില്ല, വിവാഹ ആലോചന പോലും നടത്തുകയില്ല. ഒരു കട, ഒരു മനുഷ്യൻ്റെ ഉപജീവന മാർഗം, ആ മാർഗത്തിന് കട ഉദ്ഘാടനം നടത്തുകയില്ല. മാറി താമസം, പുതിയ വീട്ടിലേക്ക് ഹൗസ് വാമിങ് അതുപോലും നടത്തുകയില്ല. നിങ്ങൾക്കറിയുമോ, വാടകയ്ക്ക് താമസിക്കാൻ ഇപ്പൊ സാധാരണഗതിയിൽ ഓട്ടോ ഓടിക്കൊണ്ടോ അല്ലെങ്കിൽ നിസ്സാരമായിട്ട് ഉള്ള ദിവസേനയുള്ള പ്രതിഫലം കിട്ടുന്ന, കൂലി കിട്ടുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാര് അവര് കുടുംബസഹിതം ഈ വാടക വീട്ടിൽ താമസിക്കുകയാണ്. അവർക്ക് അങ്ങനെ പണമൊക്കെ സ്വരൂപിച്ച് വീട് നിർമ്മിച്ചിട്ടുണ്ട്, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വീട്ടിലേക്ക് മാറി താമസിക്കൂല. എന്താ കാരണം? മുഹറാണ്. പിന്നെ എപ്പോഴാണ് അവർ മാറി താമസിക്കുക? റബീഉൽ അവ്വൽ വന്നാൽ, നബിയുടെ ജന്മം കൊണ്ട മാസം വന്നാലേ മാറി താമസിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങളുടെ ആഴം നമ്മൾ കാണേണ്ടതുണ്ട്. വീടിന് കുറ്റിയടിക്കുക പോലും ചെയ്യുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആചാരങ്ങൾ മുതൽ ഖബറിന് സുജൂദ് ചെയ്യുക, ഖബറിനെ വലയം വെക്കുക, ഖബറിന്റെ അടുക്കൽ പോയിട്ട് സങ്കടങ്ങളും ആവലാദികളും പറയുക,
ആഗ്രഹങ്ങൾ പറയുക, അവിടെ മാറത്തടിക്കുക, ഇതൊക്കെ ആ ഒരു വിശ്വാസധാരയിൽ നിന്നാണ് എന്ന് നമ്മൾ അറിയുക എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്താ? ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ വശക്കൽ ജുയൂബ വദആ ബിദഅവൽ ജാഹിലിയ. സ്വഹീഹുൽ ബുഖാരിയിലെ 1294 വചനമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ, ഒരാളുടെ മരണത്തിൻ്റെ പേരിൽ, ദുഃഖം പരീക്ഷണങ്ങളുടെ പേരിൽ കവളത്തടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വശക്കൽ ജുയൂബ, വസ്ത്രം അതിൻ്റെ മാറുകളൊക്കെ വലിച്ചു ചീന്തുക ദുഃഖഭാരം കൊണ്ട്, പരീക്ഷണങ്ങൾ സഹിക്കവയ്യാതെ അങ്ങനെ കുപ്പായ മാറുകളൊക്കെ വലിച്ചു കീറുക, അവൻ നമ്മിൽപ്പെട്ടവനല്ല. ജാഹിലിയ കാലഘട്ടത്തിൽ ഉറ്റവരും ഉടയവരുമൊക്കെ മരണപ്പെട്ടാൽ, വധിക്കപ്പെട്ടാൽ അവരെന്ത് ചെയ്യും? അലമുറയിട്ട് കരയും, പലതും വിളിച്ചു പറയും, ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകണേ എന്നൊക്കെ റബ്ബിനോട് പറയാ. നമ്മൾ ആലോചിക്കണം, അങ്ങനെയുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അങ്ങനെയുള്ള ശാപങ്ങളും അങ്ങനെയുള്ള വാക്കുകളൊക്കെ അത് ജാഹിലിയ്യത്തിന്റെ വാക്കുകളാണ്. അങ്ങനെ പറയുന്നവർ നമ്മിൽ പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ പെട്ടവരല്ല എന്നാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ ഖുർആനും സുന്നത്തൊക്കെ പിൻപറ്റി ജീവിക്കുന്നവർ, മലയാളത്തിലുള്ള ഖുതുബ കേൾക്കുന്നവർ, ഖുർആൻ പരിഭാഷ വീട്ടിൽ അലമാരയിൽ വെച്ചവർ, മുസ്ലിങ്ങളാണെന്ന് അഭിമാനിക്കുന്നവർ, മുസ്ലിമായ മാതാവിനും പിതാവിനും ജന്മം കൊണ്ടവർ, എൻ്റെ മഹല്ല് നൂറുകണക്കിന് മുസ്ലിങ്ങളുള്ള മഹല്ലാണെന്ന് അഭിമാനം കൊള്ളുന്നവർ, പക്ഷേ അവരുടെ വീട്ടിലൊക്കെ ഒരാൾ മരണപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ ഉച്ചത്തിൽ കരയുക, ഇനി എനിക്ക് ആരാണുള്ളത് എന്ന് ചോദിക്കുക, അതൊക്കെ എന്താ? അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മഹത്തായ ഇസ്ലാമിക പാഠത്തിൽ നിന്ന് തെറ്റിയിട്ടുള്ള സംസാരങ്ങളാണ്. എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലിക്കൾക്ക് സ്വർഗമുണ്ട്, സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അവർക്കൊരു പരീക്ഷണമുണ്ടായാൽ, മരണമാകട്ടെ അതൊരു പരീക്ഷണമാണ്, മാറാ രോഗങ്ങൾ, അതുപോലെ കച്ചവടത്തിൽ നഷ്ടം, കാർഷിക വിളകൾ നശിച്ചു പോകുക, അങ്ങനെ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായാൽ ഖാലൂ, അവർ പറയും, അതായത് മനസ്സിൽ ഈമാനുള്ളവർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവർ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങി പോകുന്നവരാണ് എന്ന് പറയും. വെറുതെ നാവുകൊണ്ട് പറയല്ല, വാട്സപ്പിൽ അതിൻ്റെ സ്റ്റിക്കർ ഇടുകയല്ല, മനസ്സിൽ ഉറപ്പിച്ച് പറയുക. എന്ത്? ഇതാ അള്ളാഹുവിൻ്റെ പരീക്ഷണം കാരണം ആ വ്യക്തി അള്ളാഹു തിരിച്ചു വിളിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഇന്നാ ലില്ലാഹി, എൻ്റെ ജീവൻ എൻ്റെ റബ്ബ് തന്നതാണ്, അതുപോലെ ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്ക് ഈ വ്യക്തി മടങ്ങിയതുപോലെ മടങ്ങാനുള്ളവരാണ് എന്ന് ഈമാനിക ബോധത്തോടുകൂടെ മനസ്സറിഞ്ഞുകൊണ്ട് പറയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ട്, അവരാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് സഹോദരങ്ങളെ. അപ്പോൾ തെറ്റായ ആചാരങ്ങൾ, ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വെടിഞ്ഞുകൊണ്ട് പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ ഈമാനോടുകൂടെ, എല്ലാ ഘട്ടത്തിലും ഈമാനോടുകൂടെ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടിനകത്ത് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസൂയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ നമസ്കാരങ്ങളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി.
നമ്മുടെ ആളുകൾക്കിടയിൽ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധനായിട്ടുള്ള പല ലോബികളും പല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഹദീസ് നിഷേധികളായിട്ടുള്ള ചില ആളുകൾ, അവരുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാകാം, അല്ലെങ്കിൽ ചേകന്നൂരികൾ എന്നാകാം, അങ്ങനെയുള്ള ആളുകൾ 5 നേരത്തെ നമസ്കാരം ഖുർആനിലുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിച്ച്, അപ്പോൾ 5 നേരത്തെ ഖുർആൻ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇഷ എന്നിങ്ങനെ 5 നേരം ഒറ്റ ആയത്തിൽ ഇങ്ങനെ പറയുന്നതായിട്ടൊന്നും ഖുർആനിൽ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പറയുന്നത് ശരിയാണല്ലോ എന്ന് കരുതി, എന്നാൽ ഇനി ഹദീസൊന്നും വേണ്ട എന്നുള്ള രൂപത്തിലേക്ക് പോകുന്ന പല ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അത്തരം ചോദ്യങ്ങൾ നമ്മളെ നന്നാക്കാനല്ല, നമ്മുടെ ഈമാൻ ഖറാബാക്കാൻ, നമ്മുടെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ വിതക്കാൻ, അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുകയല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ? എന്തുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത്? ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരോട് ആദ്യമായിട്ട് പറയേണ്ടത്, നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും സഹീഹായ തിരുസുന്നത്തുമാണ്. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അല്ലാഹുവിനെ അനുസരിക്കുക, അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുക. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കിതാബുൽ അല്ലാഹുവിൻ്റെ ഖുർആൻ അനുസരിക്കുക. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായിട്ട് പറഞ്ഞ വാക്കുകൾ, പ്രവർത്തികൾ, അംഗീകാരങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യുക? പിൻപറ്റുക എന്നാണ്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് 5 നേരത്തെ നമസ്കാരങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഒരു വിശ്വാസം പിൻപറ്റേണ്ടത്. ഇനി നമ്മൾ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അതിനുള്ള ഉത്തരം. നിങ്ങൾ നോക്കൂ, 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിന്റെ 78-ാമത്തെ വചനം, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വ ഖുർആനൽ ഫജ്രി എന്ന് പറയുകയാണ്. അപ്പോൾ സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ നീ നമസ്കരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ളുഹർ ഇലാ ഗസഖിൽ ലൈൽ, ഇലാ ഗസഖിൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ, അത് മഗ്രിബും ഇശാഉം അതിൽപ്പെടും. അപ്പം നിങ്ങൾ നോക്കൂ, അതുപോലെ ഖുർആനൽ ഫജ്രി, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശൂദ എന്ന് പറഞ്ഞ ആയത്ത് അവസാനിക്കുന്നത്. അപ്പോൾ പ്രഭാത നമസ്കാരത്തെക്കുറിച്ചും അവിടെ പരാമർശമായി. മറ്റൊരു വചനം, അഖിമിസ് സ്വലാത്ത തർഫൈൻ നഹാർ, പകലിൻ്റെ 2 അറ്റകൾ നീ നമസ്കരിക്കുക എന്നുള്ളതാണ്. വസുലഫം മിനൽ ലൈൽ, രാത്രിയിൽ ഒരു ഭാഗവും നമസ്കരിക്കുക. സൂറത്ത് ഹൂദ് 114-ാമത്തെ വചനമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ? തൊറഫൈൻ നഹാർ എന്ന് പറഞ്ഞാൽ പകലിൻ്റെ 2 അറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സുബഹി, ഒന്ന് മഗ്രിബ്, അതുപോലെ അസറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അതുപോലെ വസ്സുലാത്തുൽ വുസ്ത എന്ന് സൂറത്തുൽ ബഖറയിൽ പരാമർശം. അപ്പോൾ സുബഹിയുണ്ട്, ളുഹറുണ്ട്, അസറുണ്ട്, മഗ്രിബുണ്ട്, ഇഷുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരായത്ത് അല്ലാഹു തആല പറയുന്നത് ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന എന്ന് തുടങ്ങുന്ന സൂറത്തുർ റൂമിലെ 17 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. അവിടെ ഹീന തുംസൂൻ, വൈകുന്നേരമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ മഗ്രിബ് വന്നു, ഇശാ വന്നു. ഇശാ ഇലാ ഗസഖിൽ ലൈൽ എന്ന് പറഞ്ഞ ആ ആയത്തിൽ തന്നെ വന്നു. പിന്നെ വഹീന തുസ്ബിഹൂൻ, പ്രഭാതമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? സുബഹി, അതാണ് സുബ്ഹി എന്ന് പറയുന്ന നമസ്കാരം, ഫജ്ർ. അതുപോലെ തന്നെ വഅശിയൻ, അശി എന്ന് പറഞ്ഞ വൈകുന്നേരം, അതിലെന്ത് വന്നു? മഗ്രിബ് വന്നു. അപ്പോൾ 5 നേരത്തെ നമസ്കാരങ്ങൾ അത് ഖുർആൻ തന്നെ വ്യക്തമായിക്കൊണ്ട് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഹദീസിൽ വളരെ വ്യക്തമായിക്കൊണ്ട് പരാമർശിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ കൺഫ്യൂഷൻ ആകരുത് എന്നാണ് ഉണർത്തുവാനുള്ളത്. നമ്മുടെ ആയുധങ്ങളെന്ന് പറയുന്നത് ഖുർആനും സഹീഹായ തിരുസുന്നത്തും. അത് കേവല ആയുധങ്ങളല്ല, വജ്രായുധങ്ങളാണ്. അത് മുറുകെ പിടിച്ചാൽ വഴിപിഴക്കുകയില്ല. അതാണ് ഹജ്ജത്തുൽ വദാഇൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, കരുതിക്കൂട്ടി ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, റഹ്മാനായ നാഥ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ അർഹമുർ റാഹിമീനാണല്ലോ, നീ ഗഫാറാണല്ലോ, നീ വദൂദും തവ്വാബുമാണല്ലോ. അള്ളാഹു
അള്ളാഹുവേ ഞങ്ങൾക്ക് നീ എല്ലാം പുറത്തു തരയണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. അള്ളാഹുവേ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനായ നാഥ, അവരെയും ഞങ്ങളെയും അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.